ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് ഈ ഒരു കോളിഫ്ലവർ വെച്ചിട്ട് നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഗോബി 65, ഗോബി ഫ്രൈ എന്നൊക്കെയാണ് ഇതിനെ പറയാറ്. അപ്പോൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന അതേ രുചിയിൽ തന്നെ നല്ല കറുമുറാന്ന് നല്ല ക്രിസ്പി ആയിട്ടുള്ള നമുക്ക് ഈ ഒരു കോളിഫ്ലവർ ഫ്രൈ നമുക്ക് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അല്ലേ. ആദ്യം തന്നെ നമുക്ക് ഫ്രൈക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗളിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, രണ്ട് ടീസ്പൂൺ നമ്മുടെ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും 1/2 ടീസ്പൂണിനടുത്ത് ഒരു ചിക്കൻ മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് കോൺഫ്ലോറിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതൊരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മൈദപ്പൊടിയുടെയും അരിപ്പൊടിയുടെയും ഇരട്ടി വേണം നിങ്ങൾ കോൺഫ്ലോറിൻ്റെ പൊടി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് അരിപ്പൊടിയും മൈദപ്പൊടിയും എടുത്തിരിക്കുന്നത്. അപ്പോൾ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1/2 ടേബിൾ സ്പൂണിനടുത്തുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ നാരങ്ങയുടെ നീരല്ലെങ്കിൽ വിനീഗർ, ഒരു 1/2 ടീസ്പൂൺ വിനീഗർ ആയാലും മതി. ഒരു 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഡാർക്ക് സോയാ സോസാണ് 1/2 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തത്. പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ലൂസും അല്ല, അത്രയ്ക്ക് നല്ല തിക്നെസ് ആയിട്ടും അല്ല ഇരിക്കുന്നത്. ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഇതിൻ്റെ മാവ് റെഡിയാക്കി എടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സോസോ അല്ലെങ്കിൽ ഉപ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയാണ് നമ്മുടെ മെയിൻ താരം കോളിഫ്ലവർ. അപ്പോൾ കോളിഫ്ലവർ നന്നായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ കഷ്ണമായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകിയെടുത്തിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കോളിഫ്ലവർ ആണെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം അല്പം വെള്ളവും അതുപോലെ തന്നെ ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒരു 2 മിനിറ്റെങ്കിലും വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ മാത്രമേ അതിൽ നാശിനിയൊക്കെ തളിച്ചിട്ട് വരുന്നതല്ലേ, അപ്പോൾ അതൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് സമയത്തേക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെ പറിച്ചതുകൊണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്താ നന്നായിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മസാലയിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം സ്പൂണ് വെച്ചിട്ട് പതുക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല അമർത്തി മിക്സ് ചെയ്യുവാണെങ്കിൽ കോളിഫ്ലവറിൻ്റെ ആ തരികളൊക്കെ നന്നായിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സ്പൂണ് വെച്ചിട്ടോ തവി വെച്ചിട്ടോ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കോളിഫ്ലവറായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10-20 മിനിറ്റെങ്കിലും നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേ അതിൻ്റെ ഉപ്പും ഒക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റിൽ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 20 മിനിറ്റ് ശേഷം ഉള്ളതാണിത്. അപ്പോൾ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ചൂടായതിന് ശേഷം നല്ല വെട്ടിത്തിളക്കുന്ന എണ്ണയിലോട്ടേക്ക് ഇതുപോലെ കോളിഫ്ലവർ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഓരോന്നായിട്ട് പകരം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അതിന് മസാലയൊക്കെ വേറെ വേറെ തന്നെ ഒന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്കൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഫ്ലെയിമാണ്. ആദ്യത്തെ 2 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ മൊരിയിച്ചെടുക്കാം. ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് സമയം എടുത്തിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. എന്നാലേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രൈ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പിലയുടെ സ്മെല്ലൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ ഇത് ആദ്യത്തെ ട്രിപ്പ് ഞാൻ ഇവിടെ വറുത്ത് കോരിയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഫ്രൈ ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം.
കോളിഫ്ലവർ എല്ലാം വറുത്ത് കോരിയതിന് ശേഷം കുറച്ച് പച്ചമുളകും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് നല്ല മൊരിയിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. കറിവേപ്പിലയും നമ്മുടെ പച്ചമുളകും ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ടിടാം, അല്ലെങ്കിൽ മുഴുവനായിട്ട് നീളത്തിൽ തന്നെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്താലും മതി. റോഡരികിലെ തട്ടുകടയിൽ നിന്നും ഹോട്ടലിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കഴിക്കുന്ന നല്ലൊരു കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് നല്ല കറുമുറാന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ഒന്ന് ഓൾ എന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.